ഇപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എഐൻ്റെ പുറകൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്ര കുറച്ച് കാർ കളക്ഷനും ഇങ്ങനത്തെ ഒരു ട്രൈപോഡും ഒരു മൊബൈലും സ്റ്റാൻഡ് വെക്കാനുള്ള ട്രൈപോഡ് അടക്കം കിട്ടുന്ന സെറ്റ് സ്റ്റാൻഡും ഇതുപോലത്തെ ഒരു കുറച്ച് ടോയ്സുകളും ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കണ്ടന്റ് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ടന്റ് നിർമ്മിക്കേണ്ടത്, എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത്. ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ചാനലും കൂടി ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എത്രത്തോളം മില്യൺ വ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവർ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത്. ഇത് നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റും കിട്ടത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ഫോൺ ഉണ്ടാകുന്ന അമ്മമാരുടെ ഫോണുകൾ എല്ലാവരും കുട്ടികളെ കയ്യിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മമാർ ഫോൺ സെർച്ച് ചെയ്തിട്ട് കുട്ടികൾ കാണുന്ന രൂപത്തിലുള്ള വീഡിയോസുകളാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര അമ്മമാർ ഈ ദുനിയാവിലുണ്ട്. ഇതിന് ലാംഗ്വേജ് പ്രശ്നമില്ല, നിങ്ങൾ ഏത് ലാംഗ്വേജിൽ വീഡിയോ ഇടുന്നതെന്നില്ല. സ്കിപ്പബിൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകത്തില്ല. ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ റിപ്പീറ്റായിട്ട് കാണാനും സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ അറിയാതിരിക്കും, ആ വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് കാണുകയും ചെയ്യും. അതുകൂടാതെ കുറേ ബെനിഫിറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റുകൾ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ ഇതിന് വേണ്ടത് ഒരു ട്രൈപോഡ് വേണം. ഓക്കെ, ഒരു മൊബൈൽ വേണം. നമുക്ക് ഓൾറെഡി ഷൂട്ട് ചെയ്യാനുള്ള മൊബൈൽ വേണം. നമുക്ക് ഒരു മൊബൈൽ മതി കേട്ടോ, നിങ്ങളെ സ്വന്തം മൊബൈൽ മതി, 2 മൊബൈലൊന്നും ആവശ്യമില്ല. പിന്നെ ഇതുപോലത്തെ ഒരു വൈറ്റ് ബോർഡ് വേണം. ഇത് ഒരു ബോർഡാണ്, ഒരു ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഓൾറെഡി ബോർഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. റോഡ് രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും, റോഡ് രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസുകൾ ഈ ഓൾറെഡി വൈറ്റ് ബോർഡ് മേടിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ കൂടാതെ നമുക്കിപ്പോൾ വണ്ടി മൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു കുറേ വണ്ടികളുണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യണം. നമുക്കിപ്പോൾ റോഡിൽ പോകുന്ന രൂപത്തിൽ വേണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. ഇത് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ട്രൈപോഡെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡും കൂടെ ഇതാക്കാം. ഞാൻ ഓൾറെഡി ഇതിലെങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് വ്യക്തമായിട്ട് കാണിച്ചു തരാം. വീഡിയോ ഷൂട്ട് ചെയ്യുക മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് എഡിറ്റിങ്ങിലും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റിങ് ചെയ്താലേ നമുക്കത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ പറ്റുള്ളൂ, കിഡ്സിനെല്ലാം കയ്യിലെടുക്കാൻ പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ട് എഡിറ്റിങ് ചെയ്താൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് എഡിറ്റിങ് ചെയ്യണം. അതെങ്ങനെ എഡിറ്റിങ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഓൾറെഡി ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ട്രൈപോഡ് ഇങ്ങനെ ബെൻഡാക്കാൻ പറ്റും. നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ബെൻഡാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആംഗിളിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ വണ്ടികൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൻ്റെ മുകളിൽ ടോപ്പിൽ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ട്രൈപോഡും ഇതെല്ലാം ചെറിയ പൈസ കിട്ടും. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ചരിച്ച് വെക്കാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ വെക്കണം കേട്ടോ, കുത്തനെ വെക്കണം ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റഡ് ഓപ്ഷൻ ഓഫാക്കി വെക്കണം കേട്ടോ. ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഷോർട്ട് വീഡിയോ നിർമ്മിക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് 2-3 ഷോർട്ട്സ് നിർമ്മിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ നിർമ്മിക്കേണ്ടതെന്ന്. ക്യാമറ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്ഷൻ കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, വേറെ നമുക്ക് മ്യൂസിക് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, മ്യൂസിക്കെല്ലാം പിന്നീട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ കണ്ടാൽ കുഴപ്പമില്ല. കയ്യിൽ എന്തൊക്കെയാണ് ഇത് വണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികളതൊക്കെ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വണ്ടീൻ്റെ ഇതെല്ലാം ഇതാക്കാം, ഫെസിലിറ്റിയെല്ലാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇത് സ്റ്റാർട്ടാകുന്ന വണ്ടിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതെടുക്കാം. ഇങ്ങനത്തെ എന്താണോ വണ്ടിയിലുള്ള ഓപ്ഷൻസ് അതൊക്കെ ഓൾറെഡി ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു നല്ല അടിപൊളി ഒരു മ്യൂസിക് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയിട്ടെല്ലാം കാണിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെക്കാം. ഇനി വേറൊരു വണ്ടി ആണെങ്കിൽ വേറൊരു വണ്ടി എടുക്കുക. വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം.
ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ പോകുന്നത് ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനത്തെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്താൽ മതി. ഇതിനൊന്നും വലിയ ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ വണ്ടിയെല്ലാം കാണിച്ചു കൊടുക്കുക ഇങ്ങനെ, എന്നിട്ട് വേറെ വണ്ടി അതേപോലെ വേറെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു നല്ല അടിപൊളി വണ്ടി ഉണ്ട് എൻ്റെ അടുത്ത്. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കൈ മാത്രം ആംഗിൾ കൊടുത്താൽ മതി. ഇങ്ങനെ വണ്ടി ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ക്യാമറ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഫെസിലിറ്റി എന്താണ്, ഇത് ഓൺ ഒക്കെ ആക്കാം. ഓക്കെ. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് റിംഗ് ലൈറ്റിൻ്റെ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നീട് ചെയ്യും കേട്ടോ, ശരിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ റിഫ്ലക്ഷൻ അടിക്കുന്ന വണ്ടി ആയതുകൊണ്ടാണത്. ഈ വണ്ടിയിലൊന്നും ആ പ്രശ്നം വരത്തില്ല കേട്ടോ. ഇങ്ങനത്തെ വണ്ടികളൊന്നും അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടി കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് നിർമ്മിക്കാൻ പറ്റും. ഇതുപോലത്തെ കുറേ വീഡിയോസ് വണ്ടികൾ ഇതൊക്കെ ചെറിയ കുഞ്ഞ് വണ്ടിയാണ്, 10 രൂപ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കാം. അപ്പോൾ കുറേ വണ്ടികൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഷോർട്സ് കിട്ടും. ഞാൻ കുറച്ച് ലോങ് വീഡിയോ കൂടി ഇതുപോലെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അതിൻ്റെ ആംഗിളെല്ലാം തിരിച്ചിട്ട് ഞാൻ പെർഫെക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വാട്സപ്പ് ചാനലിൽ ഇടാം ഇതിൻ്റെ ലിങ്ക്. ഓക്കെ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഓൾറെഡി ലിങ്ക് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി ലിങ്ക് എവിടെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴത്ത് കുറേ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ടാംപ്ലേറ്റ്സ് കിട്ടും. കുറേ ടാംപ്ലേറ്റ്സ് കിട്ടും. ഞാൻ അതിലേതെങ്കിലും ഒരു ടാംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഏത് വീഡിയോ ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോസ് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് റെഡിൽ കാണിക്കും കേട്ടോ. നമ്മൾ ഇട്ട വീഡിയോസ് അതിനുശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിൽ കാണിക്കും. വേറൊരു വീഡിയോ എടുക്കുക, അതേപോലെ അതും കൺഫേം കൊടുക്കുക. അപ്പോൾ 3ാമത്തെ വീഡിയോ സെറ്റായി, 4ാമത്തെ വീഡിയോ സെറ്റായി, അതേപോലെ 5ാമത്തെ വീഡിയോ സെറ്റായി. അപ്പോൾ നമുക്ക് 5 വീഡിയോസാണ് ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 വീഡിയോയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ലേറ്റർ ഏതാണോ ആ ടാംപ്ലേറ്റ്സിൽ ഉണ്ടായത് അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് അവിടെ കട്ട് കൊടുക്കണം. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗമൊക്കെ നമുക്ക് മോശം ആയിട്ടുള്ള വീഡിയോ എടുത്ത ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് മുതലേ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂം ആക്കണമെന്നുണ്ട്. അങ്ങനെ സൂം ചെയ്ത് കറക്റ്റായിട്ട് പൊസിഷനിൽ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് ക്ലാരിറ്റിയിൽ എവിടെയാണോ വീഡിയോ സൂമായിട്ട് കാണേണ്ടത് ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വെക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കളയാം കേട്ടോ, ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ ഞാനൊരു ക്ലിപ്സ് കൊടുത്തു. അവിടെയും ആ താഴത്തൊരു കത്രിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ഈ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം മാത്രം പോകും കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കട്ട് മാറ്റേണ്ട ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ. ഓക്കെ. അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഏതാണോ എഫക്ട്സ് ഉള്ളത് ആ എഫക്ട്സ് സെലക്ട് ചെയ്ത് വെക്കുക. ആ എഫക്ട്സിൻ്റെ പേര് എന്താണെന്ന് നോക്കുക. അതിനുശേഷം ആ എഫക്ട്സ് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. എഫക്ട്സിൻ്റെ പേര് മാത്രം നോക്കിയാൽ മതി എന്താണ് കൊടുത്തിരിക്കുന്നതിൽ നിന്ന്. അപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ലാസ്റ്റിൽ ഓൾ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാം.
ഇവിടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ആ സെൻറ്ററിൽ കാണുന്ന വൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ട്രാൻസ്ലേറ്റർ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈലിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ടാംബ്ലൻസിലുള്ള അതേ ട്രാൻസ്ലേറ്റർ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതേ ട്രാൻസ്ലേറ്റർ ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും അത് തന്നെ ആഡ് ആയിട്ട് കിട്ടാവും കേട്ടോ. ആ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് വേറൊന്നും ആവശ്യമില്ല. അത് മ്യൂസിക് ഇല്ലാത്തത് കൊണ്ട് അത് വീഡിയോ കാണാൻ വലിയ രസം ഉണ്ടാവില്ല. ആ മ്യൂസിക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു എഫക്ട്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇവിടെ കുറേ മ്യൂസിക്കുകൾ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെ മ്യൂസിക്കാണെന്ന്. അപ്പോൾ ഇതൊക്കെ ചൈനീസ് മ്യൂസിക്കാണ് വരുന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ താഴത്ത് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയലിലേക്ക് പോകട്ടെ. അവിടുന്ന് ഞാൻ കുറച്ച് ജിമിനിയിൽ ക്രിയേറ്റ് ചെയ്ത കുറച്ച് മ്യൂസിക്കുകളുണ്ട്. ഞാൻ അതിന് ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മ്യൂസിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഈ മ്യൂസിക്കാണ് കുറച്ചും കൂടി ഇതായിട്ടുള്ളത്. അത് ഓക്കെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ആഡ് ആയി. ഓക്കെ, അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ വേറൊരു മ്യൂസിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ വരുന്നുണ്ട് നോക്കാം. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങളിവിടെ മ്യൂസിക് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കിഡ്സ് ടോയിന്നാ അല്ലാന്നുണ്ടെങ്കിൽ ബേബി ടോയിന്ന് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് കിട്ടും അതുപോലത്തെ. അപ്പോൾ അതിൻ്റെ റീമിക്സ് ഓപ്ഷൻ ഉണ്ട്. താഴത്ത് റീമിക്സ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. റീമിക്സിൽ ക്ലിക്ക് ചെയ്യുക. റീമിക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലത്തെ മ്യൂസിക്കുകൾ കിട്ടും. അതിന് ശേഷം നമ്മൾ വീഡിയോസ് ഏതാണോ നമ്മൾ ഷൂട്ട് ചെയ്തത് ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 or 2 ചെറിയ വീഡിയോസോ ഉണ്ടെങ്കിൽ അത് ഏത് വീഡിയോ ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തിരഞ്ഞെടുത്തിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽ 2 മിനിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 വീഡിയോസ് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ മ്യൂസിക്കിന് പറ്റിയ വീഡിയോസ് ഇടാം കേട്ടോ. നമ്മൾ മ്യൂസിക് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് നല്ല പെർഫെക്റ്റ് ആണെന്ന്. അപ്പോൾ ആ മ്യൂസിക് എടുക്കുക. അതിനുശേഷം 1 or 2 or 3 വീഡിയോസ് എടുക്കുക. ചെറിയ വീഡിയോസ് വീഡിയോസ് എല്ലാം പോകും ഷോർട്ട് വീഡിയോയിൽ. അതിനുശേഷം ആ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും കേട്ടോ. ഡെണ്ണ് കൊടുക്കുക. ഡെണ്ണ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വോയിസ് ഓവർ ആവശ്യമില്ല. നമ്മളെ വീഡിയോസാണ്. അതിൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ട് വരും. നമ്മളെ ഓഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കട്ടെ. അതിൻ്റെ ടോപ്പിൽ കാണുന്ന ബട്ടണിൽ പോയി കഴിഞ്ഞാൽ അവിടെ 2 മ്യൂസിക്കും കാണിക്കും. നമ്മളെ ഓഡിയോയും കാണിക്കും, മ്യൂസിക്കും കാണിക്കും. അതിലേതാണോ കുറക്കേണ്ടത് അത് കുറച്ച് വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി.